ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഫ്രണ്ട് പേജിൽ എന്താ മാത്രമല്ല അകത്തെ പേജുകളിലും എല്ലാ ന്യൂസ് പേപ്പറുകളിലും എന്തായിരിക്കും പ്രധാന ന്യൂസ് എന്ന് ആർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാനിലെ ബാലക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റുകളുടെ സെറ്റിൽമെന്റില് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മിറാഷ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നടത്തിയ അറ്റാക്കും അതുവഴി എത്രയെങ്കിലും ഭീകരത നമുക്ക് കൊന്നൊടുക്കാൻ പറ്റി ടെററിസ്റ്റുകളാണ്. അത് ആക്ച്വലി ഇന്ത്യ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഏറ്റവും വലിയ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവും ഒപ്പം തന്നെ ഇന്ത്യയില് പുൽവാമ എന്ന് പറഞ്ഞ കാശ്മീരിലെ സ്ഥലത്ത് CRPFന്റെ 40-ലധികം ജവാന്മാർ കൊല്ലപ്പെട്ടതിന്റെ 12ാം ദിവസം ഇന്ത്യ നൽകിയ ഏറ്റവും ബിഫിറ്റിംഗ് ആയിട്ടുള്ള റിപ്ലൈയുമാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് കാർഗിൽ വാറിന്റെ സമയത്ത് പോലും നമ്മൾ പാകിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് കടന്ന് അവിടെ അറ്റാക്ക് നടത്തിയിരുന്നില്ല. ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ചില സമയത്തൊക്കെ നമ്മളുടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിലും അതിനും അപ്പുറത്ത് പാകിസ്ഥാനിലേക്ക് പോയി അറ്റാക്ക് നടത്താൻ 1971 ശേഷം ഇന്ത്യ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യയുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസിൽ വരുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയും കൂടിയാണിത്. വേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ അകത്തും പ്രിസിഷൻ അറ്റാക്കുകൾ നമ്മൾ നടത്താൻ തയ്യാറാണ് എന്നുള്ള സൂചനയാണ് ഗവൺമെന്റ് നൽകുന്നത്. ഇന്ത്യയുടെ ഒരു എയർഫോഴ്സിലെ ഒരു പൈലറ്റിന് പോലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു എയർഫോഴ്സ് പേഴ്സണലിന് പോലും ഒരു ജീവനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പരിക്കുകളോ ഒന്നും ഉണ്ടാകാതെ, അതുപോലെ പാകിസ്ഥാൻ സൈഡിലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനോ അവരുടെ ഡിഫൻസ് പേഴ്സണലിനോ അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയൻസിനോ ഒന്നും ഒരു കാഷ്വാലിറ്റീസോ ഉണ്ടാക്കാതെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ടെററിസ്റ്റുകളെ മാത്രം അറ്റാക്ക് ചെയ്ത് തിരിച്ചു വന്നത് ഒരു വലിയ വിജയമാണ്. എന്ന് മാത്രമല്ല ഇത് വഴി പാകിസ്ഥാനിന് തിരിച്ചടിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതാവുകയാണ്. കാരണം ഇന്ത്യ അവരുടെ സൈനികരെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അവരുടെ ടെറിട്ടറീസിൽ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അവരുടെ വസ്തുവകകൾക്ക് ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല. ആകെ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ടെററിസ്റ്റുകളെ മാത്രമാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് പറഞ്ഞ് പാകിസ്ഥാൻ തിരിച്ചടിക്കും? പിന്നെ ലോകാഭിപ്രായം, വേൾഡ് ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി ഇൻ ഫേവർ ഓഫ് ഇന്ത്യ. ചൈന മാത്രമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. പിന്നീട് ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്ത ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, OIC. ഇപ്പൊ OICയുടെ UAE വെച്ച് നടക്കാൻ പോകുന്ന മീറ്റിംഗില് സുഷമ സ്വരാജ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് പിന്നീട് അറ്റൻഡ് ചെയ്യാൻ പോയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ ഒരു അവസരം കിട്ടുന്നത് തന്നെ. പക്ഷേ എന്നിരുന്നാലും ഇത് എക്സ്പെക്ടഡ് ലൈനിലാണ്. OIC ക്രിട്ടിസൈസ് ചെയ്തേ ഉള്ളൂ. കാരണം OICയിൽ ഒരു മെമ്പർ കൺട്രിയായ പാകിസ്ഥാനിൽ ഇന്ത്യ അറ്റാക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ലൈനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ്, അത് ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, US ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് ഒപ്പമാണ്. അപ്പം പാകിസ്ഥാന്റെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. ഇത് ഇന്ത്യയുടെ ഒരു മേജർ വിക്ടറിയാണ്. ഇന്ത്യയുടെ എല്ലാ ഇതിൽ പങ്കെടുത്ത ഒപ്പോസിഷൻ പാർട്ടീസ് ഗവൺമെന്റിന്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തപ്പോൾ പോലും പിന്നീട് രാഹുൽ ഗാന്ധിയും മറ്റു ഒപ്പോസിഷൻ ലീഡേഴ്സും ഒക്കെ ഇന്ത്യൻ എയർഫോഴ്സിനാണ് കൺഗ്രാജുലേഷൻസ് പറഞ്ഞത്. ഗവൺമെന്റിനോ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിനോ അത് അവര് സ്വാഭാവികമായിട്ട് അത് എക്സ്പെക്ടഡ് ലൈനാണ്. കാരണം ഇലക്ഷൻ വരുന്ന സമയത്ത് ഇതിന്റെ ക്രെഡിറ്റ് ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുക്കാനേ അവർക്ക് പറ്റുള്ളൂ. കാരണം അല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അത് കൊടുത്താൽ ഗവൺമെന്റിന് അത് പ്രകീർത്തിക്കുന്നതിന് തുല്യമാകും. പക്ഷേ തീർച്ചയായും അത് ഗവൺമെന്റ് തന്നെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആണ്. കാരണം ഒരിക്കലും ഗവൺമെന്റിന്റെ ഉത്തരവില്ലാതെ ഇന്ത്യൻ എയർഫോഴ്സിനോ ഇന്ത്യൻ ആർമിക്കോ ഒന്നും ഇത്തരം ഒരു അറ്റാക്ക് വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ അതിർത്തി കടന്നോ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നമ്മളുടെ അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നു. നമ്മളുടെ രാജ്യം ഇനിയും ഇതുപോലുള്ള നമുക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കാൻ ഉള്ള ഒരു പ്രവണത കാണിച്ചാൽ മാത്രമേ ഇന്ത്യ ഒരു സ്ട്രോങ് കൺട്രി ആണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ അവസ്ഥയും. നമ്മളും വളരെ ടഫാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മളൊരു ഈസി ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആകുന്നതിൽ നിന്ന് പിന്നീട് രക്ഷ നേടുക. അല്ലെങ്കിൽ ആരും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് പോകും. ഓക്കെ, എന്തായാലും ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ് ഇത് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇതെല്ലാം പറഞ്ഞത്. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിജയ് ഗോഖലെ ആണ്. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിജയ് ഗോഖലെ. പിന്നെ CCS ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മീറ്റിംഗ് ഇന്നലെ നടന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. CCS ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചെയർമാൻ പ്രൈം മിനിസ്റ്റർ.
പിന്നീട് OIC ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, അവർ ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞു. OICയിൽ എന്തായാലും അവരുടെ മീറ്റിംഗ് ഇപ്പൊ UAE വെച്ച് നടക്കുകയാണ്. 57 നേഷൻ ഗ്രൂപ്പിംഗ് ആണ്. അതില് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന സുഷമ സ്വരാജ് ആണ്. ഫസ്റ്റ് ടൈമാണ് OICയുടെ ഒരു മീറ്റിംഗിൽ ഇന്ത്യ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് പങ്കെടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് പേജിൽ അയോധ്യ കേസിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അയോധ്യ എല്ലാവർക്കും അറിയാം, രാമജന്മഭൂമി ഇഷ്യൂ. അത് സുപ്രീം കോടതി ഫൈനൽ വേർഡിക്ട് പുറപ്പെടുവിക്കാനുള്ള ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. പിന്നെ ഇന്ദിരാ നോയി ബാക്ക് പേജിലേക്ക് വരുമ്പോൾ ഇന്ദിരാ നോയി ആമസോണിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ജോയിൻ ചെയ്തു എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. അത് ഡയറക്ടർ ബോർഡിൽ പല കഴിവുള്ള വ്യക്തികളെയും പല കമ്പനീസ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇന്ദിരാ നോയി പെപ്സിയെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മോർ ദാൻ 1 decade ലീഡ് ചെയ്ത CEO ആണ്. ഇപ്പൊ അവര് പെപ്സിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. പിന്നെ ഹെപ്റ്റാത്തലൺ എന്ന് പറയുന്ന അത്ലറ്റിക് ഐറ്റത്തില് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ഒരു താരമാണ് സ്വപ്ന ബർമൻ. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലെ ഹെപ്റ്റാത്തലണില് വർഷങ്ങൾക്ക് ശേഷം ഒരു ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് നേടിത്തന്ന, വർഷങ്ങൾക്ക് ശേഷമല്ല, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഹെപ്റ്റാത്തലൺ എന്ന് പറയുന്ന അത്ലറ്റിക് ഐറ്റത്തില് ഒരു താരം ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ ഏഷ്യൻ ഗെയിംസിൽ നേടുന്നത്. അതാണ് സ്വപ്ന ബർമൻ. അവരെ കുറിച്ചൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന ഒരു ബയോപിക് എന്ന ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുന്നു. സ്പോർട്സ് പേജിൽ 19th പേജിലും 18th പേജിലും ഒന്നും നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകളൊന്നും ഇല്ല. സാധാ കുറച്ച് ന്യൂസുകളേ ഉള്ളത്. ഇനി 17 പേജിലേക്ക് വരുമ്പോൾ അഗെയിൻ സ്പോർട്സ് പേജ് ആണ്. അവിടെ ജയസൂര്യ ബാൻ ഫോർ 2 years ബൈ ICC എന്നൊരു ന്യൂസ് ഉണ്ട്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ശശാങ്ക് മനോഹർ ആണ്. ഇന്ത്യക്കാരനായ ശശാങ്ക് മനോഹർ ആണ് ICCയുടെ ചെയർമാൻ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് ആണ് ICCയുടെ. അപ്പം ജയസൂര്യ എല്ലാവർക്കും അറിയാം, ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ ജയസൂര്യയെ ബാൻ ചെയ്തു 2 yearsലേക്ക്. അത് അദ്ദേഹം എന്തൊക്കെയോ കറപ്ഷൻസ് നടത്തിയെന്നുള്ള കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആന്റി കറപ്ഷൻ ബോഡിയാണ് ജയസൂര്യ 2 വർഷത്തേക്ക് എല്ലാ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും ബാൻ ചെയ്തത്. പിന്നെ നമ്മൾ ബിസിനസ് പേജിലേക്ക് വരുന്നു. 16th പേജ്. ബിസിനസ് പേജിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറുള്ള ഒരു കമ്പനിയാണ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല ഇന്ത്യ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ്. പക്ഷെ താജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിൻ ആണ് താജ് ഹോട്ടൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ താജ് എന്ന് പറയുന്ന ബ്രാൻഡ് ഓൺ ചെയ്യുന്ന ഇന്ത്യ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ആണ്. അത് ടാറ്റയുടേതാണ്. അതുപോലെ ജിഞ്ചർ എന്ന് പറയുന്ന ബഡ്ജറ്റ് ഹോട്ടൽസ്, ഇതെല്ലാം അവർക്കുള്ളതാണ്. ഇപ്പൊ ബിസിനസ് പേജിൽ 16th പേജിൽ അത്രേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് 15th പേജിലേക്ക് വരുമ്പോൾ ബാങ്ക് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ് PCA ഫ്രെയിംവർക്കിൽ നിന്ന്. PCA ഫ്രെയിംവർക്കിനെ കുറിച്ച് പലപ്പോഴും ഞാൻ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. PCA എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഗ്രോസ് NPA, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ ബാഡ് ലോൺ എന്ന് പറയുന്ന സംഭവം, ഗ്രോസ് NPA 6% എന്ന് പറയുന്ന ത്രഷോൾഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ആ ബാങ്കിന് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ കൊണ്ടുപോകുന്നത്. ഇപ്പം 12ഓളം ബാങ്കുകൾ ഇന്ത്യയിൽ PCA ഫ്രെയിംവർക്കിലായിരുന്നു. അതിൽ കഴിഞ്ഞ മാസം 3 ബാങ്കുകൾ PCA ഫ്രെയിംവർക്കിൽ നിന്ന് അവര് ബാങ്കിന്റെ ഹെൽത്ത് പൊസിഷൻ ഇംപ്രൂവ് ആയതുകൊണ്ട് RBI എടുത്ത് മാറ്റിയായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും ആയിരുന്നു. ഓറിയന്റൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. ഇന്നലെ പക്ഷേ ഫർദർ ആയിട്ട് 3 ബാങ്കുകളെ കൂടെ RBI PCA ഫ്രെയിംവർക്കിന് വെളിയിൽ കൊണ്ടുവന്നു. അതിൽ 2 ഗവൺമെന്റ് ബാങ്കുകളും 1 പ്രൈവറ്റ് ബാങ്കുമാണ്. അലഹബാദ് ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് ധനലക്ഷ്മി ബാങ്ക്. ധനലക്ഷ്മി ബാങ്ക് കേരള ബേസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. പക്ഷെ അലഹബാദ് ബാങ്കും കോർപ്പറേഷൻ ബാങ്കും പിന്നീട് ഗവൺമെന്റ് ബാങ്കുകൾ. അപ്പൊ ഗവൺമെന്റ് ബാങ്കുകൾ 5 PCA ഫ്രെയിംവർക്കിന് വെളിയിൽ വന്നിരുന്നു. ഇനി 7 കൂടെ ഉള്ളൂ ഗവൺമെന്റ് ബാങ്കുകൾ PCA ഫ്രെയിംവർക്കിനകത്തുള്ളത്. അപ്പം ഇത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഭാവിയിൽ ആ ബാങ്കുകളെല്ലാം റിക്രൂട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട ബേസൽ നോംസ് എന്ന് പറഞ്ഞ കുറച്ച് നോംസ് ഉണ്ട്. ബാങ്കുകളുടെ ക്യാപിറ്റൽ അഡിക്വസി നോംസ് ആണ് ബേസൽ നോംസ്. അത് സ്വിറ്റ്സർലൻഡിൽ ബേസലിൽ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണ് അതിന് ബേസൽ നോംസ് എന്ന് അറിയപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡിൽ ബേസൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വേൾഡിലെ ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് ആണ്. ഇവർക്ക് എല്ലാവർക്കും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. സെൻട്രൽ ബാങ്കുകളുടെ സെൻട്രൽ ബാങ്ക്. അത് സ്വിറ്റ്സർലൻഡിലെ ബേസിലുള്ള BIS ആണ്, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. ആ ബേസലിൽ വെച്ച് ഉണ്ടാക്കിയ നോംസ് ആണ് ബേസൽ നോംസ്. ബേസൽ നോംസിന്റെ ഭാഗമായിട്ടുള്ള ഒരു നോമാണ് CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്.
ഇന്ത്യയുടെ കോർപ്പറേറ്റ് അഫയേഴ്സ് സെക്രട്ടറിയാണ് ഇൻജതി ശ്രീനിവാസ്. കോർപ്പറേറ്റ് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇൻജതി, INJETI, ഇൻജതി ശ്രീനിവാസ്. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് എല്ലാവർക്കും അറിയാം. റവന്യൂവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ NSCL സ്കാമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NSCL സ്കാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 3-4 വർഷം മുമ്പ് നടന്ന സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കാമാണ്. NSCL എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്, നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആ കമ്പനിയിൽ നടന്ന സ്കാമാണ് NSCL സ്കാം. പിന്നെ ക്രിസിലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ക്രിസിൽ ഈസ് an Indian credit rating agency. CRISIL Expansion Credit Rating and Information Service of India Limited. CRISIL, CRISIL, CRISIL Credit Rating and Information Service of India Limited. CRISIL Credit Rating and Information Service of India Limited. അതാണ് ക്രിസിൽ. പിന്നെ മുകേഷ് അംബാനി ലോകത്തിലെ ആദ്യത്തെ 10 റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ വന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. വേൾഡിലെ ആദ്യത്തെ 10 റിച്ച് ആൾക്കാരെ എടുത്താൽ 8ാം സ്ഥാനത്താണ് ഇപ്പൊ മുകേഷ് അംബാനി. ഇന്ത്യക്കാരനായ മുകേഷ് അംബാനി ഏഷ്യയിൽ ഇപ്പൊ റിച്ചസ്റ്റ് മാൻ ആണ്. ഒപ്പം തന്നെ വേൾഡിൽ 8th റിച്ചസ്റ്റ് മാൻ ആണ്. വേൾഡിൽ റിച്ചസ്റ്റ് മാൻ ആരാണെന്നുള്ള അത് മുകേഷ് അംബാനിയെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. മുകേഷ് അംബാനിക്ക് $54 ബില്യൺ ആസ്തിയാണുള്ളത്. $147 ബില്യൺ ആസ്തിയുമായിട്ട്, ഏകദേശം 10 ലക്ഷം കോടിയിൽ കൂടുതൽ ആസ്തിയുമായിട്ട് ജെഫ് ബിസോസ്, ആമസോണിന്റെ ഫൗണ്ടറാണ് വേൾഡിൽ റിച്ചസ്റ്റ് മാൻ. ജെഫ് ബിസോസ്, BEZOS, ആമസോണിന്റെ ഫൗണ്ടർ. അപ്പൊ അംബാനി 8ാം സ്ഥാനത്താണ് വേൾഡിൽ. ഏഷ്യയിൽ 1ാം സ്ഥാനത്ത്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് SP ഹിന്ദുജയാണ്. SP ഹിന്ദുജ എന്ന് പറഞ്ഞാൽ ഹിന്ദുജ പ്രദേശിൽ ഒരാളാണ്. SP ഹിന്ദുജയാണ് ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് അസീം പ്രേംജി. 4ാം സ്ഥാനത്ത് സൈറസ് പൂനാവാല. ഈ പേരെല്ലാവരും കേട്ടിട്ടില്ലായിരിക്കും. സൈറസ് പൂനാവാല, CYRUS, സൈറസ് പൂനാവാല. സൈറസ് പൂനാവാല ഈസ് an Indian businessman concentrated in pharma business. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഫാർമ കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഫാർമ കമ്പനി. ഞാൻ മുമ്പിൽ ഇവിടെ ആപ്റ്റിറ്റ്യൂഡിലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള പേരാണ് സൈറസ് പൂനാവാല. പക്ഷേ ഇത് എല്ലാവർക്കും അത്ര സുപരിചിതമായ നിയമമായിരിക്കത്തില്ല. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഫാർമ കമ്പനി ഉണ്ട് അവരുടെ ഫൗണ്ടറാണ് സൈറസ് പൂനാവാല. അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർനാഷണൽ പേജ് 14th പേജിലേക്ക് പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപും കിം ജോങ് അണ്ണും സമ്മിറ്റിന് വേണ്ടിയിട്ട്, മീറ്റിംഗിന് വേണ്ടിയിട്ട് പിന്നീട് വിയറ്റ്നാമിലെ ഹാനോയിൽ എത്തിച്ചേർന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. വിയറ്റ്നാമിലെ ഹാനോയിലാണ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് അണ്ണും മീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് നൈജീരിയയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റായ മുഹമ്മദ് ബുഹാരി മുന്നിട്ട് നിൽക്കുന്ന ന്യൂസ് ഉണ്ട്. അപ്പം മുഹമ്മദ് ബുഹാരി വീണ്ടും നൈജീരിയയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആണ് ഹുവായ്. വേൾഡിലെ ഏറ്റവും വലിയ ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആണ് ഹുവായ്. ചൈനീസ് കമ്പനിയാണ്. HUAWEI. പിന്നെ 12th പേജ് 13th പേജ്, ഈ 2 പേജുകളിൽ വരുമ്പോ നമുക്ക് എഴുതിയെടുക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്. ഫുൾ നമ്മളുടെ ഇന്നലത്തെ സർജിക്കൽ സ്ട്രൈക്ക്, പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പിന്നെ അതിനിടെ കൂടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ആർട്ടിക്കിൾ 35A കുറിച്ചും ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 കുറിച്ചുണ്ട്. ഇത് രണ്ടും ജമ്മു ആൻഡ് കാശ്മീരിലെ കുറെ സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന 2 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാണ്. ഇന്നലെയും പറഞ്ഞത് ആർട്ടിക്കിൾ 35A ആൻഡ് 370. അത് ഞാൻ ഫർദർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നീട് ഇന്നലെ ഇന്ത്യ ഈ അറ്റാക്ക് നടത്തിയ സമയത്ത് ഇന്ത്യ ഉപയോഗിച്ച 2 സിസ്റ്റംസ് ആണ്. ഒന്ന് ഇസ്രായേലിന്റെ ഫാൽക്കൺ എന്ന് പറഞ്ഞ അവാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവാക്സ്, AWACS. അവാക്സ് എന്ന് പറയുന്നത് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. അവാക്സ്, AWACS, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അത് ഇന്ത്യക്ക് സ്വന്തമായിട്ടില്ല അവാക്സ്. അപ്പം ഇസ്രായേലിന്റെ അവാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ അവാക്സ് ആണ് ഫാൽക്കൺ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ അവാക്സ് ഉണ്ട്, അതിന് വേറെ പേരുകളാണ്. അപ്പൊ ഇസ്രായേലിന്റെ അവാക്സ് ആയ ഫാൽക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ നമ്മള് അവാക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. AEWCS, എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്, AEWCS. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് നേത്ര എന്നാണ്. അപ്പൊ നേത്രയും ഇന്നലെ യൂസ് ചെയ്തു. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത അവാക്സിന്റെ അത്രയും അഡ്വാൻസ്ഡ് അല്ലെങ്കിലും AEWCS, എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ് നേത്രയും ഇന്നലെ ഇതിനു വേണ്ടി യൂസ് ചെയ്തതാണ് ന്യൂസ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ വളരെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എഡിറ്റോറിയലാണ് പുഷിംഗ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. പുഷിംഗ് ബൗണ്ടറീസ് എന്ന എഡിറ്റോറിയലിൽ ഇന്ത്യ ഇന്നലെ നടത്തിയ അറ്റാക്കാണ്. ആ അറ്റാക്കിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്.
അപ്പം അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതിനെ കൂടുതൽ പറയാനൊന്നുമില്ല, താല്പര്യമുള്ളത് വായിക്കുക. പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞൊരു ന്യൂസിനെ കുറിച്ചാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ ബ്രിട്ടൻ അനധികൃതമായി കയ്യിൽ വച്ചിരിക്കുന്ന മൗറീഷ്യസിന്റെ ഒരു ഐലൻഡ് തിരിച്ച് മൗറീഷ്യസിന് കൊടുക്കണം എന്ന് വിധി പുറപ്പെടുവിച്ചു. അത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഐലൻഡിന്റെ പേര് ഷാഗോസ് ഐലൻഡ് എന്നാണ്. CHAGOS, ഷാഗോസ് ആർച്ചിപ്പലാഗോ. അതിലെ ആർച്ചിപ്പലാഗോ ആണ്, ഷാഗോസ് ആർച്ചിപ്പലാഗോ. ഇത് ബ്രിട്ടൻ തിരിച്ച് മൗറീഷ്യസിന് കൊടുക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെയാണ് അമേരിക്കയുടെ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു മിലിറ്ററി ബേസ് ഉള്ളത്. ആ ബേസിന്റെ പേര് ഡീഗോ ഗാർഷ്യ എന്നാണ്. DIEGO, ഡീഗോ ഗാർഷ്യ, GARCIA. ഡീഗോ ഗാർഷ്യ എന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസ് ആണ്. പക്ഷെ അത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ വളരെ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഷാഗോസ് ഐലൻഡ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ റെസ്പോണ്ട് ചെയ്തത്, ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഈ വിധിയോട് റെസ്പോണ്ട് ചെയ്തത് എക്സ്പെക്ടഡ് ലൈനിലാണ്, കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 9th പേജിലേക്ക് വരുമ്പോൾ ഇന്നലെ ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത ഇന്ത്യൻ പശ്ചാത്തലമുള്ള ഒരു ഡോക്യുമെന്ററിയാണ് പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ്, അത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ QRSAM എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മിസൈൽ ഇന്നലെ ഇന്ത്യ ടെസ്റ്റ് ഫയർ ചെയ്തു, പരീക്ഷണം നടത്തി. QRSAMന്റെ എക്സ്പാൻഷൻ QRSAM ആണ്. അതിന്റെ എക്സ്പാൻഷൻ ക്വിക്ക് റീച്ച് സർഫസ് ടു എയർ മിസൈൽസ്. Quick Reach Surface to Air Missiles, QRSAM. Quick Reach Surface to Air Missiles, QRSAM. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അതിനടുത്ത നമ്മളെ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സിലേക്ക് പോവാം. നാഷണൽ ഇലക്ട്രോണിക് പോളിസി എന്ന് പറയുന്നൊരു സംഭവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തൊരു ന്യൂസ് ഉണ്ട്. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദ നാഷണൽ ഇലക്ട്രോണിക് പോളിസി 2019 aimed at achieving a turnover of $400 billion for the electronic system design and manufacturing sector by 2025, while generating employment opportunity for 1 crore people. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇലക്ട്രോണിക് പോളിസി 2019 എൻവിസേജ് ചെയ്യുന്നത് എന്താണ് എന്ന് ഏതെങ്കിലും എക്സാമിൽ ചോദിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ അറിഞ്ഞിരിക്കണം. $400 ബില്യൺ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ നിന്ന് 2025 വരുമാനം നേടുക. $400 ബില്യൺ ബൈ 2025. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം 1 crore ജോബ് ജനറേറ്റ് ചെയ്യുക. 1 കോടി ജോബും ജനറേറ്റ് ചെയ്യുക. ഇതാണ് ലക്ഷ്യം. അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഒരു PV സിന്ധു ഈ ഇടയ്ക്ക് BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ, അവരാണ് ബാഡ്മിന്റന്റെ വേൾഡ് ബോഡി, അവരുടെ വേൾഡ് ടൂർ ഫൈനൽസ് വിൻ ചെയ്തിരുന്നു. PV സിന്ധു ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ BWFന്റെ വേൾഡ് ടൂർ ഫൈനൽ വിൻ ചെയ്തത് PV സിന്ധു ആണ്. പിന്നെ സിഡ്ബി എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ സ്മോൾ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബാങ്കാണ് സിഡ്ബി. സിഡ്ബിയുടെ എക്സ്പാൻഷൻ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബിയുടെ ചെയർമാൻ മുഹമ്മദ് മുസ്തഫയാണ് സിഡ്ബിയുടെ ചെയർമാൻ. മുഹമ്മദ് മുസ്തഫ. പിന്നീട് 15ാമത്തെ പേജ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിസിഷൻ ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞിരുന്നു. ഏഞ്ചൽ ടാക്സ് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ മുകളിലാണ് ഏർപ്പെടുത്തുന്നത്. ആ ഏഞ്ചൽ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് കുറച്ച് എക്സംഷൻ ഗവൺമെന്റ് കൊടുത്തു. 100 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള 10 വർഷം വരെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ വരുന്ന 25 കോടി വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഇനി മുതൽ ഏഞ്ചൽ ടാക്സ് ഇല്ല എന്നാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അതുപോലെ ഇന്ത്യയുടെ ഡിപ്പ് എന്ന് പറയുന്നൊരു പിന്നീട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. DIPP, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഡിപ്പിന്റെ പുതിയ പേര് DIPP, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷന്റെ പേര് മാറ്റി അത് DPIIT എന്നായി. DPIIT, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT.
പിന്നീട് ഇന്ത്യയുടെ റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം. ഇന്ത്യയുടെ സോളാർ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 100 ജിഗാവാട്ട് ഓഫ് പവർ, 100 GW ഓഫ് പവർ സോളാർ എനർജിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക ബൈ 2022. 2022 സോളാർ പവറിൽ നിന്ന് 100 GW പവർ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മെയിൻ ലക്ഷ്യം. അതിൽ തന്നെ വേറൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ആ 100 GW അല്ലെങ്കിൽ 100 ജിഗാവാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ 40 ജിഗാവാട്ട് ഷുഡ് ബി ഫ്രം റൂഫ് ടോപ്പ് സോളാർ എന്നാണ്. റൂഫ് ടോപ്പ് അതായത് ഈ ബിൽഡിംഗിന്റെ മുകളിൽ ഉൾപ്പെടെ ബിൽഡിങ്ങുകളുടെ മുകളിൽ നമുക്ക് റൂഫ് ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. റൂഫ് ടോപ്പിൽ പിന്നെ സോളാർ ഇൻസ്റ്റലേഷൻ നടത്താൻ പറ്റും. അതിൽ നിന്ന് 40 ജിഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ബാക്കി 60 ജിഗാവാട്ടാണ് അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ ആണ് IRDAI. ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയ, KHUNTIA, ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്. പിന്നെ IRDAI ഇന്ത്യയുടെ മെഡിക്ലെയിം പോളിസികളിൽ, അതായത് മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊരു ന്യൂസ് ഉണ്ട്. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ ഗൈഡ് ലൈൻസ് വന്നിട്ടേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് നടപ്പാവാനുള്ള പിന്നീട് ഇൻസ്ട്രക്ഷൻസ് വന്നോന്ന് അറിഞ്ഞുകൂടാ. ഒരു മെഡിക്ലെയിം പോളിസിക്ക് മിനിമം 50,000 രൂപ സം അഷ്വേർഡ്, മാക്സിമം 10 ലക്ഷം രൂപ സം അഷ്വേർഡും ഉണ്ടായിരിക്കണം എന്നാണ് IRDAIയുടെ ഗൈഡ് ലൈൻസ് ഇപ്പൊ പറയുന്നത്. ടു ബി ഫ്രെയിംഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് വന്നില്ലെന്നാണ് തോന്നുന്നത്. മിനിമം 50,000 രൂപയായിരിക്കണം പോളിസിയുടെ സം അഷ്വേർഡ്. അതിൽ താഴെ പറ്റത്തില്ല. മാക്സിമം 10 lakhs എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആയുഷ് മിനിസ്ട്രിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആയുഷ് AYUSH. ആയുഷിന്റെ എക്സ്പാൻഷൻ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർനാഷണൽ പേജിൽ പോകുമ്പോൾ ഷിൻസോ അബെയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഷിൻസോ അബെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഷിൻസോ SHINSO ഷിൻസോ അബെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ആണ്. അതിനടുത്ത പേജിൽ 13 പേജിലേക്ക് പോകുമ്പോൾ കെന്നത്ത് ജസ്റ്ററിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. കെന്നത്ത് ജസ്റ്റർ എന്ന് പറയുന്നത് US അംബാസിഡർ ടു ഇന്ത്യ ആണ്. കെന്നത്ത് ജസ്റ്റർ. അതുപോലെ തഥാഗത റോയ് മേഘാലയയുടെ ഗവർണറാണ്. തഥാഗത THAGATA തഥാഗത റോയ് മേഘാലയയുടെ ഗവർണർ. പിന്നെ മുഹമ്മദ് ബിൻ സൽമാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ത്യ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ എല്ലാവർക്കും അറിയാം. സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് ആണ് മുഹമ്മദ് ബിൻ സൽമാൻ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ 180 km/h ആണ് ആ ട്രെയിനിന്റെ മാക്സിമം സ്പീഡ്. അത് ഫസ്റ്റ് റൺ ചെയ്യുന്നത് വാരണാസിക്കും ഡൽഹിക്കും ഇടയിലാണ്. ഇനാഗുറേറ്റ് ചെയ്ത പ്രൈം മിനിസ്റ്ററാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്യാനുള്ള ഇതാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട് എന്ന് പറയുന്നത്. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് എന്ന് പറയുന്ന നിയമമാണ് ട്രിപ്പിൾ തലാഖിന് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ പെട്രോളിയം പ്രൊഡക്ഷൻ കമ്പനിയാണ് സൗദിയുടെ അരാംകോ എന്ന് പറയുന്ന കമ്പനി. സൗദിയുടെ അരാംകോ വേൾഡിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനി അരാംകോ ആണ്. അരാംകോ വേൾഡിലെ ഏറ്റവും വലിയ റിഫൈനറി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നുണ്ട്. അതിലും ഏകദേശം പകുതി ഷെയർ എടുത്തേക്കുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും വലിയ വേൾഡിലെ റിഫൈനറി വരാൻ പോകുന്നത് രത്നഗിരിയിലാണ്, മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ. അതിൽ ഏകദേശം 50% ഷെയർസ് അരാംകോ എടുക്കുന്നുണ്ട്. അരാംകോ. അതുപോലെ സ്വരാജ് ദ്വീപ്, ഷഹീദ് ദ്വീപ് ഇതെല്ലാം ഇപ്പൊ ഈയിടയ്ക്ക് റീനെയിം ചെയ്യപ്പെട്ട ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഐലൻഡ്സ് ആണ്. സ്വരാജ് ദ്വീപ്, ഷഹീദ് ദ്വീപ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ പുതുതായിട്ട് വന്ന കോമൺ എമർജൻസി നമ്പർ ആണ് 112 എന്ന് പറയുന്നത്. 112 ഇന്ത്യയിൽ ഇപ്പൊ കോമൺ ആയിട്ട് വന്ന എമർജൻസി നമ്പറാണ്. അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC ഫിലിംസിനൊക്കെ
സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് CBFC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അതിന്റെ ചെയർമാനാണ് പ്രസൂൺ ജോഷി. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർമാൻ. നാരായണസ്വാമി പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ. പുതുച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് ചീഫ് മിനിസ്റ്റർ ഉണ്ട്, ഡൽഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് ചീഫ് മിനിസ്റ്റർ ഉണ്ട്. അങ്ങനെ 2 യൂണിയൻ ടെറിട്ടറീസിന് മാത്രമേ ചീഫ് മിനിസ്റ്റേഴ്സ് ഉള്ളൂ. അപ്പം അവിടുത്തെ പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്ററാണ് നാരായണസ്വാമി. അവിടുത്തെ ഗവർണർ കിരൺ ബേഡിയാണ്. ഡൽഹിയുടെ ഗവർണർ ആണെങ്കിൽ അനിൽ ബൈജാൽ. അപ്പൊ ഇത്രയായപ്പോഴത്തേക്ക് ഇനി ഒരു പെൻഡിങ് ഹിന്ദു ന്യൂസ് പേപ്പർ ഇവിടെ ഉണ്ട്. അത് നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.